എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗരുഡ മീഡിയ ചാനലിന്റെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ വ്യത്യസ്തമായ വീഡിയോ എന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയഴീക്കൽ എന്ന സ്ഥലത്താണ്. ചെറിയഴീക്കലെ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നടക്കുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായും കൃഷ്ണശിലയിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത് എന്നതാണ്. തങ്കത്തിൽ നിർമ്മിക്കുന്ന കൊടിമരം നിർമ്മാണം നടക്കുന്നതും അതിന്റെ നിർമ്മാണ ഘട്ടങ്ങൾ കണ്ടു മനസ്സിലാക്കുക, അത് പിന്നീട് കൊടിമര സ്ഥാപനം നടത്തുക എന്നൊക്കെ പറയുന്നത് വളരെ മഹനീയമായ ഒരു കർമ്മമായതുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ പൂർണ്ണമായും കണ്ട ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ക്ഷേത്ര നിർമ്മാണ ശൈലികൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ചെറിയഴീക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മാണം. പൂർണ്ണമായും കൃഷ്ണശിലയിൽ കൊത്തിയെടുക്കുന്ന ശില്പചാരുത വിളങ്ങുന്ന നിർമ്മാണ രീതി. ഗോകർണം ശിവക്ഷേത്രം കഴിഞ്ഞാൽ കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പുണ്യപുരാതന ക്ഷേത്രമാണ് ചെറിയഴീക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് കാശിവാസി എന്ന വെളിപ്പേരുള്ള ഒരു കാശി അപ്പൂപ്പനാണ്. കാശിയിലെ ഗംഗയിൽ സ്നാനം ചെയ്യുന്ന ഘട്ടത്തിൽ കാശിയിൽ നിന്ന് ലഭിച്ച വിഗ്രഹവുമായി വന്ന് പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് ചെറിയഴീക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം. ക്ഷേത്രത്തിലെ 171ാമത് ശിവരാത്രി മഹോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ജീർണത പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും തീവ്രമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നിത് പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിച്ച് ക്ഷേത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മയായ ശങ്കരനാരായണ ട്രസ്റ്റിൻ്റെ ഒരു അഭിലാഷമായിരുന്നു പുതിയ ക്ഷേത്രത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ തങ്ക കൊടിമരം സ്ഥാപിക്കുക എന്നുള്ളത്. അതിന് കഴിഞ്ഞ 10 വർഷക്കാലത്ത് അവരുടെ ശ്രമകരമായ പരിശ്രമത്തിൻ്റെ പരിസമാപ്തിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ക്ഷേത്ര കൊടിമരം ക്ഷേത്രത്തിന്റെ നട്ടെല്ലാണ് എന്നാണ് പറയാറുള്ളത്. വളവുകളില്ലാത്ത കേടുവരാത്ത ഉചിതമായ തടി കണ്ടെത്തി അത് മുറിച്ച് എണ്ണത്തോണിയിൽ തൈലാധിവാസം ചെയ്ത് സൂക്ഷിച്ച ശേഷം അവ പിന്നീട് ലോഹപാളികളാൽ പൊതിഞ്ഞ് തനി തങ്കത്തിൽ നിർമ്മിക്കുന്ന ഏകദേശം 25 അടിയോളം ഉയരമുള്ള കൊടിമര നിർമ്മാണം ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ തടി തൈലാധിവാസത്തിൽ ഇടുകയും തൈലാധിവാസത്തിൽ നിന്ന് പുറത്തെടുത്ത് ഇപ്പോൾ പറ പൂർണ്ണമായും സ്വർണത്തിൽ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഈ 2024 ഫെബ്രുവരി മാസം 18-ാം തീയതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടത്തുവാനും അതിനുശേഷം 2024 ഫെബ്രുവരി മാസം 28-ാം തീയതി ക്ഷേത്രത്തിൽ 171ാമത് ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറാനും മാർച്ച് 8-ന് ശിവരാത്രിയോടുകൂടി ക്ഷേത്രോത്സവം സമാപിക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്.
എറണാകുളം ഹൈക്കോടതി അഭിഭാഷകനായി റിട്ടയർഡായ അഡ്വക്കേറ്റ് ASP കുറുപ്പ് സാറിൻ്റെ മേൽനോട്ടത്തിൽ മുഖ്യശില്പി പരിമല അനന്തനാചാരി, കൊടിമരത്തച്ഛൻ ചെറായി സുകുമാരനാചാരി, ക്ഷേത്ര സ്ഥപതി ചിത്രഭാനു നമ്പൂരി എന്നിവരുടെ മേൽനോട്ടത്തിൽ 2020 ഫെബ്രുവരി മാസം കോന്നി ഡിപ്പോയിൽ നിന്നാണ് മരം, തങ്കക്കൊടിമരത്തിനുള്ള മരം മുറിച്ചുകൊണ്ട് വരികയും 2020 ഫെബ്രുവരി 26-ാം തീയതി തൈലാദിവാസ ചടങ്ങ് പൂർത്തീകരിക്കുകയും ചെയ്തു. ഏകദേശം 12 വർഷത്തോളം അവരുടെ അന്നുള്ള അധ്വാനത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ച് ഭഗവാന് വേണ്ടി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മഹത്തായ ഒരു സന്ദേശമാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം പരിപൂർണതയിലെത്തുന്നു ആണ് നമ്മൾ ഈ ചുറ്റുവട്ടത്ത് കാണുന്ന കാഴ്ചകൾ. കൊല്ലം ജില്ലയിലെ തീരപ്രദേശ മേഖലയായ ആലപ്പാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയഴിക്കൽ തുറ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ പടിഞ്ഞാറേ നട ഭഗവതി ക്ഷേത്രവും ഏതാണ്ട് 171ാമത് ശിവരാത്രി മഹോത്സവമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പൗരാണികമായി ഒരുപാട് സവിശേഷതകളുള്ള ഒരു തീരപ്രദേശ മേഖല. നിരവധിയായിട്ടുള്ള രാഷ്ട്ര നേതാക്കന്മാരും അതുപോലെ തുകൽപറ്റ നിരവധി വ്യക്തിത്വങ്ങളുടെ പാദസ്പർശം ഏറ്റിട്ടുള്ള ഒരു പ്രദേശം. അതിൽ എടുത്തു പറയാൻ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു 1954 ചെറിയഴിക്കൽ എത്തുകയും ഈ പ്രദേശത്ത് സന്ദർശനം നടത്തി ഇവിടുത്തെ ബഹുജനങ്ങളുമായി സംവാദം നടത്തുവാനും അത്തരത്തിൽ വളരെയേറെ ശ്രേഷ്ഠപ്പെട്ട ജില്ലയിലെ ഒരു തീരപ്രദേശമാണ് ചെറിയഴിക്കൽ. ചരിത്രപരമായും പൗരാണികത്വത്തിലും പേരുകേട്ട ചെറിയഴിക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരണം പൂർത്തീകരിക്കുകയാണ്. 2024 ഫെബ്രുവരി മാസം 18-ാം തീയതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടത്താനും 2024 ഫെബ്രുവരി മാസം 25-ാം തീയതി കാശി മഹന്ത് ശ്രീകാന്ത് മിശ്ര ഭക്തജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു കൊടുക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം ക്ഷേത്രാങ്കണത്തിലേക്ക് ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു ഭഗീരഥ പ്രയത്നം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണിവിടെ. കടൽ തീരത്തെ മണൽത്തരികളെ സാക്ഷിയാക്കി ഒരു ജനതയുടെ അഭിവാഞ്ച നടപ്പിലാവുകയാണിവിടെ. അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിർത്താൻ ഉതകുന്ന അവരുടെ പരിശ്രമം സഫലമാകുന്ന സുദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്.